പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും തിയോളജിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാനൻ ലോ എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാനിയമത്തിൽ നമ്മൾ ഇന്ന് കാണാനായി പോകുന്നത് രൂപതകളെയും രൂപതാധ്യക്ഷന്മാരായ മെത്രാന്മാരെയും കുറിച്ചുള്ള സഭാ നിയമ ഭാഗമാണ്. മെത്രാൻ അഥവാ എപ്പിസ്കോപ്പോസ് ആദിമസഭ മുതൽ സഭാചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നവരാണ്. അപ്പസ്തോലന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ അവരുടെ കൈവെപ്പ് വഴി സഭാസമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ സഭയിലുണ്ടായിരുന്നു. ഇവർ വിവിധ സഭാകേന്ദ്രങ്ങളിലെ വിശ്വാസികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ആരാധനാക്രമ അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് ആദിമസഭാകാലം മുതൽ നിലനിന്നു പോന്നിട്ടുണ്ട്. പിന്നീട് സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പ്രസ്ബിറ്റേഴ്സ് എന്ന് പറയുന്ന വൈദികരെന്ന് പറയുന്ന മറ്റൊരു സമൂഹവും ഉണ്ടാവുകയും അവരുടെ മേലധികാരിയും നേതാവുമായി എപ്പിസ്കോപ്പോസ് നിയമിതരാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആദിമസഭാകാലം മുതൽ തുടർന്നു വരുന്ന ഈ സംവിധാനം വിവിധ സുനകദോസുകളിലൂടെയും ഏറ്റവും ഒടുവിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെയും നിയതമായ രൂപം പ്രാപിച്ചത് നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരികയാണ് കാനൻ നിയമത്തിലെ രൂപതകളെയും മെത്രാന്മാരെയും കുറിച്ചുള്ള അധ്യായം. ഇവിടെ നമ്മൾ ചരിത്രപരമായോ സഭാവിജ്ഞാനീയപരമായോ മെത്രാൻ സ്ഥാനത്തെക്കുറിച്ചോ രൂപതകളെക്കുറിച്ചോ കാണാതെ നേരെ നിയമം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മാത്രമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ക്രിസ്തുസ് ഡോമിനുസ് എന്ന് പറയുന്ന ഡിക്രി അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം സഭയുടെ ഏകത്വം, വിശുദ്ധി, കാതോലികത്വം, ശ്ലൈഹികത ഈ 4 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രാദേശിക സഭയാണ് ഓരോ രൂപതയും. രൂപതയെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ ഒരു പഠനത്തെ അങ്ങനെ തന്നെ എടുത്തു വച്ചിരിക്കുകയാണ് കാനൻ നിയമത്തിൽ. അത് ചില വ്യാഖ്യാതാക്കൾ വളരെ ലളിതമായ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് ഒരു വലിയ തടാകത്തിലെ ജലമാണ് എങ്കിൽ അതിനെ ഓരോ ചെറിയ പാത്രങ്ങളിലാക്കുമ്പോൾ ഈ ജലത്തിൻ്റെ ആത്യന്തികമായ പ്രത്യേകതകളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ സഭയുടെ ചെറിയ രൂപങ്ങളായ രൂപതകൾക്ക് ആഗോള സഭയുടെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. അതിൻ്റെ ശ്ലൈഹികത ഉണ്ട്, കാതോലികത്വമുണ്ട്, വിശുദ്ധിയുണ്ട്, അതുപോലെ തന്നെ ഏകത്വമുണ്ട്. ഈ സഭ ഓരോ പ്രാദേശിക സഭയും മാർപ്പാപ്പായാൽ ആഗോള സഭ നയിക്കപ്പെടുന്നത് പോലെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ വഴിയാണ് നയിക്കപ്പെടുന്നത്. ഈ മെത്രാന്മാർ സഭയിൽ ക്രിസ്തുവിൻ്റെ വികാരിമാരാണ്, അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും സഭ മെത്രാന്മാർക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം സഭാ സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്. മെത്രാൻ്റെ ഒരു രൂപതയിലുള്ള അധികാരം അത് 3 പ്രത്യേകതകൾ സഭാനിയമം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഈ അധികാരം സ്വകീയമാണ്. സ്വകീയമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അദ്ദേഹം തനിക്ക് ലഭിച്ചിരിക്കുന്ന മെത്രാഭിഷേകത്തിൻ്റെ പിൻബലത്തോടുകൂടെ നടത്തുന്ന ഒരു അധികാരമാണ്. രണ്ടാമതായി ഇത് ഉദ്യോഗവശാലുള്ള അധികാരമാണ്. ഓർഡിനറി പവർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ രൂപതാധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന അധികാരങ്ങൾ. മൂന്നാമതായി നേരിട്ടുള്ളതാണ് മെത്രാൻ്റെ അധികാരം. നാം നേരത്തെ മാർപ്പാപ്പായുടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ വിശ്വാസിയുടെയും ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ ഇടവകയുടെയും മേൽ നേരിട്ടുള്ള അധികാരം ഒരു മെത്രാനുണ്ട് തൻ്റെ രൂപതാതിർത്തിക്കുള്ളിൽ. എന്നാൽ രൂപതാതിർത്തിക്ക് പുറത്ത് അദ്ദേഹത്തിന് ഈ അധികാരമില്ല. രൂപതാതിർത്തിക്കുള്ളിൽ അദ്ദേഹത്തിന് ഓരോ വിശ്വാസിയുടെയും കാര്യത്തിൽ വ്യക്തിപരമായി മറ്റൊരാളുടെ സഹായം കൂടാതെ തന്നെ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, ഒരു രൂപതയിലെ ഒരാളുടെ വിവാഹം ആശീർവദിക്കുന്നതിന് ആ രൂപതയുടെ അധ്യക്ഷന് മറ്റാരുടെയും അനുവാദമില്ലാതെ തന്നെ സാധിക്കും. സാധാരണഗതിയിൽ
ഒരു വിശ്വാസിയുടെ വിവാഹം ആശീർവദിക്കാനുള്ള അധികാരം ആ വിശ്വാസിയുടെ ഇടവക വികാരിക്കോ രൂപതാധ്യക്ഷനോ മാത്രമായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതേ രൂപതാധ്യക്ഷൻ മറ്റൊരു രൂപതയിൽ ചെന്ന് വിവാഹം ആശീർവദിക്കുകയോ മറ്റേതെങ്കിലും കൂദാശകൾ പരികർമ്മം ചെയ്യുകയോ ചെയ്യുമ്പോൾ സ്ഥലത്തെ രൂപതാധ്യക്ഷൻ്റെ അടുക്കൽ നിന്ന് നിയമാനുസൃതമായ അനുവാദം വാങ്ങിക്കുക ആവശ്യമാണ്. ഇതുപോലെ തന്നെ രൂപതയുടെ ഭരണ അധികാരമില്ലാത്ത മെത്രാന്മാരുമുണ്ട്. അവരെ സ്ഥാനിക മെത്രാന്മാർ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് സഹായ മെത്രാന്മാരായിട്ടുള്ളവർ, കൂരിയ മെത്രാന്മാരായിട്ടുള്ളവർ, വിരമിച്ച മെത്രാന്മാർ. ഇതിൽ വിരമിച്ച മെത്രാന്മാരെ ഒരു രൂപതയുടെ മുൻ മെത്രാൻ, മുൻ രൂപതാധ്യക്ഷൻ എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കാം. ബാക്കിയുള്ള സ്ഥാനിക മെത്രാന്മാർക്ക് പണ്ട് ഇല്ലാതായ ഏതെങ്കിലും രൂപതകളുടെ സ്ഥാനിക മെത്രാൻ എന്നുള്ള പദവി നൽകാറുണ്ട്. മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ ഏറ്റവും ആദ്യം നിയമത്തിൽ കാണേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ഒരു മെത്രാൻ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുക? മെത്രാൻ സ്ഥാനത്തേക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടാൻ അയാൾക്ക് ചില യോഗ്യതകളുണ്ടാവണം. ജീവിതവിശുദ്ധി, പ്രാർത്ഥനാ ചൈതന്യം, വിവേകം തുടങ്ങിയ മാനുഷിക ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കണം. പൊതു സമ്മതനായിരിക്കും, സുസമ്മതനായ ഒരു വ്യക്തിയായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായ ഒരാളായിരിക്കണം. അതുപോലെ വൈദിക പട്ടം സ്വീകരിച്ചിട്ട് 5 വർഷമെങ്കിലും കഴിഞ്ഞ ഒരാളാവണം. അതുപോലെ തന്നെ ഏതെങ്കിലും ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഡോക്ടർ ബിരുദമോ മാസ്റ്റർ ബിരുദമോ ഇല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ആഴമേറിയ അവഗാഹമോ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരാളെയാണ് മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത. ഒരു പാത്രിയാർക്ക സഭയിൽ അല്ലെങ്കിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയിൽ മെത്രാനെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവും ആ സഭയുടെ സിനഡിനാണ്. എന്നാൽ ഈ സഭകൾക്ക് പുറത്ത്, ലത്തീൻ സഭയിലും ഈ സഭാ അതിർത്തിക്ക് പുറത്തുമുള്ള മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത്, നിയമിക്കുന്നത് റോമ മാർപ്പാപ്പ നേരിട്ടാണ്. റോമിലെ മാർപ്പാപ്പ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നത് മെത്രാന്മാർക്ക് വേണ്ടിയുള്ള സംഘം വഴിയോ ഇല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള തിരുസംഘം വഴിയോ ആണ്. സിനഡിൽ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് ഉള്ള നടപടിക്രമം ഇപ്രകാരമാണ്. ഒരു രൂപതാസിംഹാസനം ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ ആ രൂപതാസിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഉള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് സിനഡിന് അധികാരമുണ്ട്. അങ്ങോട്ട് നിർദ്ദേശിക്കപ്പെടാവുന്ന പേരുകൾ മെത്രാന്മാർക്ക്, സിനഡിലെ അംഗങ്ങളായ മെത്രാന്മാർക്ക് കണ്ടെത്താനും അവരെ സംബന്ധിച്ച് വേണ്ട അന്വേഷണങ്ങളൊക്കെ നടത്തി കിട്ടുന്ന വിവരങ്ങളൊക്കെ പാട്രിയാർക്കീസിന് അഥവാ മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറുകയും ചെയ്യാൻ സിനഡിലെ അംഗങ്ങളായ മെത്രാന്മാർക്ക് സാധിക്കും. അവർക്ക് മാത്രമാണ് മെത്രാന്മാരാകാനുള്ളവരുടെ പേര് നിർദ്ദേശിക്കാനുള്ള അവകാശമുള്ളൂ. പേട്രിയാർക്കും സ്വന്തം നിലയിൽ പേരുകൾ നിർദ്ദേശിക്കുകയും ഈ ലഭിച്ച ആളുകളെ സംബന്ധിച്ചുള്ള വേണ്ട അന്വേഷണങ്ങൾ നടത്തി അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സിനഡിലെ മറ്റ് മെത്രാന്മാർക്ക് കൈമാറുകയും ചെയ്യും. തുടർന്ന് സിനഡിൽ നടക്കുന്ന രഹസ്യ വോട്ടെടുപ്പിലൂടെ 3 പേരുടെ എങ്കിലും പേരുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അത് റോമിലേക്ക് അയക്കുകയും ചെയ്യും. റോമിൽ നിന്ന് അത് മാർപ്പാപ്പായുടെ അംഗീകാരം സിദ്ധിച്ചു വന്നാൽ പിന്നീട് ഒരു രൂപതാ സിംഹാസനം ഒഴിവാകുമ്പോൾ അവിടേക്ക് റോമിൽ നിന്നും അംഗീകരിച്ചു വന്ന ഈ ലിസ്റ്റിൽ നിന്നുള്ള ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനായിട്ട് സിനഡിന് സാധിക്കും. ഒരു രൂപതാ സിംഹാസനം ഒഴിവാകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പേട്രിയാർക്ക് റോമിൽ അറിയിക്കുകയും സിനഡിനെ അറിയിക്കുകയും സിനഡ് വിളിച്ചുകൂട്ടി തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യണം. മേൽപ്പറഞ്ഞ റോമിൽ നിന്നും അംഗീകരിച്ചു വന്ന മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റിൽപ്പെടുന്ന ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റോമിൽ അറിയിക്കുകയും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിയതിനു ശേഷം പ്രസിദ്ധം ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഈ ലിസ്റ്റിൽ പെടാത്തവരെയും സിനഡിന് വേണമെങ്കിൽ ഒരു രൂപതയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അങ്ങനെ മെത്രാഭിഷേകം സിദ്ധിക്കാത്ത, ഈ ലിസ്റ്റിൽപ്പെടാത്ത ഒരാളെയാണ് ഒരു രൂപതാധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആദ്യം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ റോമിൽ ധരിപ്പിക്കുകയും അവിടെ നിന്നുള്ള അനുവാദം ലഭിച്ചതിന് ശേഷം ഇയാളോട് പോലും ഈ വിവരം അറിയിക്കുകയും അതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കുകയും
ഈ അനുവാദം വാങ്ങിച്ചതിന് ശേഷം, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിൻ്റെ സമ്മതം ലഭിച്ചതിന് ശേഷം ഇക്കാര്യം പ്രസിദ്ധപ്പെടുത്തുകയും തുടർന്ന് മെത്രാഭിഷേക ചടങ്ങുകൾ നടത്തുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള വളരെ വ്യക്തമായ ക്രമീകൃതമായൊരു മാർഗത്തിൽ കൂടിയാണ് മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പ് സഭയിൽ നടക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് ഒരു കേവല ഭൂരിപക്ഷം കിട്ടുക ആവശ്യമാണ്. മെത്രാന് തൻ്റെ രൂപതയുടെ മേൽ അധികാരം ലഭിക്കുന്നത് മെത്രാഭിഷേകം ലഭിച്ചതുകൊണ്ട് മാത്രമായില്ല, അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനം ഏറ്റെടുക്കണം. അത് പേട്രിയാർക്ക് അഥവാ മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ റോമിൽ നിന്ന് മാർപ്പാപ്പ നൽകുന്ന പരിശുദ്ധ സിംഹാസനം നൽകുന്ന നിയമന ഉത്തരവിലൂടെയാണ് അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുക്കൽ നടത്തുക. അത് മെത്രാഭിഷേക ചടങ്ങിൽ വെച്ച് തന്നെ ഈ നിയമന ഉത്തരവ് വായിച്ച് പരസ്യപ്പെടുത്തുകയും അത് രൂപതാ ചാൻസലറുടെയും മറ്റ് 2 സാക്ഷികളുടെയും ഒപ്പോടുകൂടി രൂപതാ കാര്യാലയത്തിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ അധികാരം ഏറ്റെടുക്കുന്ന മെത്രാന് രൂപതയിലുള്ള അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയാണ്? ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതാധ്യക്ഷൻ രൂപതയെ നൈയാമികമായ എല്ലാ കാര്യങ്ങളും പ്രതിനിധീകരിക്കുന്നു. രൂപത എന്നുള്ളത് ഒരു നൈയാമിക സംവിധാനമാണ്. അപ്പോൾ അതിനെ ഔദ്യോഗികമായിട്ട് പ്രതിനിധീകരിക്കാനുള്ള ഉത്തരവാദിത്വം രൂപതാധ്യക്ഷനാണ്. അത് ഭൗതിക മേഖലകളിലാണെങ്കിലും സഭാ സംവിധാനങ്ങളിലാണെങ്കിലും രൂപതയെ ഔദ്യോഗികമായി പ്രതിനിധീകരിക്കുക രൂപതാധ്യക്ഷനാണ്. മെത്രാന്മാർക്കുള്ള അധികാരത്തെ ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം. മെത്രാന്മാർക്ക് ഒരു അധികാരത്തിൻ്റെ 3 ഭാഗങ്ങളായ നിയമനിർവഹണാധികാരം, ഭരണനിർവഹണ അധികാരം, അതുപോലെ നീതി നിർവഹണ അധികാരം. ഈ 3 അധികാരങ്ങളും ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ, ഈ 3 അധികാരങ്ങളും അദ്ദേഹത്തിന് നിക്ഷിപ്തമാണ്. ഇതിൽ ലെജിസ്ലേറ്റീവ് അധികാരം നമുക്കറിയാം, നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് നിയമനിർമ്മാണ സഭകൾ നടത്തുന്നതാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. എന്നാൽ സഭാ സംവിധാനത്തിൽ ഒരു രൂപതയെ സംബന്ധിച്ച് പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം രൂപതാധ്യക്ഷനുണ്ട്. അത് അദ്ദേഹം നേരിട്ടാണ് നടത്തുന്നത്. അത് മറ്റൊരാൾക്ക് മാറ്റം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയില്ല. നമുക്കറിയാം, ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള പൊതു നിയമങ്ങൾ മാർപ്പാപ്പ നൽകിയിട്ടുണ്ട് ഈ കാനൂൻ നിയമ പുസ്തകത്തിലൂടെ. അതുപോലെ തന്നെ ഓരോ സഭകൾക്കും വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങളെ രൂപീകരിക്കാനുള്ള അധികാരം സഭാ സിനഡുകൾക്കുണ്ട്. സഭാ സിനഡുകൾ രൂപീകരിക്കുന്ന ഈ നിയമങ്ങളെ സഭാ തലവൻ പ്രസിദ്ധം ചെയ്യുന്നതോടുകൂടി അത് ആ സഭയ്ക്ക് മുഴുവൻ ബാധകമാകും. ഇതുകൂടാതെ സഭാ നിയമത്തിൽ രൂപത അധ്യക്ഷന് രൂപതയ്ക്ക് വേണ്ടി മാത്രം, തൻ്റെ രൂപതയ്ക്ക് മാത്രം ബാധകമാകത്തക്ക രീതിയിലുള്ള നിയമങ്ങളെ രൂപവൽക്കരിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ എല്ലാ രൂപതകളിലും തന്നെ രൂപതാധ്യക്ഷന്മാർ പുറപ്പെടുവിക്കുകയും അവയെ രൂപതാ നിയമാവലി എന്ന പേരിൽ പ്രസിദ്ധം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതുകൂടാതെ രൂപതാ നിയമാവലിക്ക് പുറമെ കാലാകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സർക്കുലറുകൾ വഴിയും ഇടയലേഖനങ്ങൾ വഴിയും പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ടും രൂപതാധ്യക്ഷന് സാധിക്കും. രൂപതാധ്യക്ഷൻ്റെ 2ാമത്തെ അധികാരം അല്ലെങ്കിൽ 2ാമത്തെ ദൗത്യം ഭരണ നിർവഹണമാണ്. ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളമുള്ള ഭരണം നിർവഹിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് തനിയെ സാധിക്കില്ല. അദ്ദേഹത്തെ സഹായിക്കാനായി നമ്മൾ പൊതുവെ ലത്തീൻ കാനൻ നിയമസംഹിതയിലെ ഒരു പേരാണ് നമുക്ക് കൂടുതൽ പരിചിതം, വികാരി ജനറൽ എന്നുള്ള പേര്. എന്നാൽ പൗരസ്ത്യ കാനൻ നിയമസംഹിത സിഞ്ചല്ലൂസ് എന്നുള്ള പദമാണ് അതിനുപയോഗിക്കുന്നത്. സിഞ്ചല്ലൂസും പ്രോട്ടോ സിഞ്ചല്ലൂസും, ഒന്നിൽ കൂടുതൽ വികാരി ജനറാളന്മാർ അഥവാ സിഞ്ചല്ലൂസുമാർ ഉള്ള സ്ഥലങ്ങളിൽ അതിൽ പ്രഥമ വികാരി ജനറാളിനെ പ്രോട്ടോ സിഞ്ചല്ലൂസ് എന്ന് വിളിക്കും. ഈ പ്രോട്ടോ സിഞ്ചല്ലൂസും സിഞ്ചല്ലൂസുമാരും വഴിയാണ് ഒരു മെത്രാൻ തൻ്റെ രൂപതയിലുള്ള ഭരണം നിർവഹിക്കുക. വിവിധ തരത്തിലുള്ള ഭരണനിർവഹണം ആവശ്യമായിട്ട് വരും. ഇടവകകളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സംഘടനകളുമായിട്ട്, വിവിധ സ്ഥാപനങ്ങളുമായിട്ട്, വൈദികരുമായി, സന്യസ്തരുമായി ഒക്കെ ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ രൂപതയുടെ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നിറവേറ്റാനുണ്ട്. ഇതൊക്കെ രൂപതാധ്യക്ഷൻ തന്നെ സഹായികളായ ഈ വികാരി ജനറാൾമാർ അഥവാ സിഞ്ചല്ലൂസ്മാർ വഴിയാണ് നിറവേറ്റുക. രൂപതാധ്യക്ഷൻ്റെ 3ാമത്തെ ദൗത്യമായ ജുഡീഷ്യൽ അധികാരം, നീതി നിർവഹണ അധികാരം, അതും അദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ വികാരി
വഴിയോ അദ്ദേഹം നിർവഹിക്കുന്നു. സാധാരണഗതിയിൽ എല്ലാ രൂപതകളിലും ഒരു ട്രൈബ്യൂണൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ ട്രൈബ്യൂണലുകളിലാണ് വിവിധ തരത്തിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ രൂപതാ ട്രൈബ്യൂണലുകളിൽ വരുന്നത് വിവാഹ അസാധുവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ. വിവാഹം അസാധുവാക്കുന്ന നടപടിക്രമങ്ങൾ നടത്താൻ എല്ലാ രൂപതകളിലും ഒരു ട്രൈബ്യൂണലുണ്ട്. ഈ ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനാണ് ജുഡീഷ്യൽ വികാരി. അദ്ദേഹം വഴി ഈ നീതി നിർവഹണ അധികാരം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ജഡ്ജിമാർ വഴിയും രൂപതാധ്യക്ഷന് നിറവേറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ 3 ദൗത്യങ്ങളോട് ഒപ്പം രൂപതയുടെ മുഴുവനുമുള്ള സമഗ്രമായ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി എപ്പോഴും ദത്തശ്രദ്ധനായിരിക്കാനായി രൂപതാധ്യക്ഷന് ഉത്തരവാദിത്തമുണ്ട്. വൈദികരുടെ കാര്യത്തിലുള്ള പ്രത്യേക ശ്രദ്ധ, വൈദികരുടെ പരിശീലനം, വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം, വൈദികരുടെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം, റിട്ടയറായ വൈദികരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തുടങ്ങി വൈദികരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഇടവകകളുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഇടവകകളെ സ്ഥാപിക്കുക, പുതിയ സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുക്കുകയും അവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക, വിവിധ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ രൂപതാധ്യക്ഷനുണ്ട്. രൂപതയെ മുഴുവൻ ഉപദേശിക്കത്തക്ക രീതിയിലുള്ള ഇടയലേഖനങ്ങളും സർക്കുലറുകളും പുറപ്പെടുവിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയെ വളർത്തക്ക രീതിയിൽ തൻ്റെ രൂപത അതിർത്തിക്കുള്ള കത്തോലിക്കാ സഭയിലെ തന്നെ മറ്റ് സഭാവിഭാഗങ്ങളുമായിട്ടും അകത്തോലിക്കാ വിഭാഗങ്ങളുമായിട്ടും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയും തൻ്റെ കീഴിലുള്ള വൈദികരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇടവക സന്ദർശനങ്ങൾ 5 വർഷത്തിലൊരിക്കലെങ്കിലും ഇടവകകളെ, സ്ഥാപനങ്ങളെ, വ്യക്തികളെയൊക്കെ സന്ദർശിക്കാനുള്ള ഉത്തരവാദിത്തം രൂപതാധ്യക്ഷനുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഇടവകളിൽ നടത്തുമ്പോൾ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്ററൽ കൗൺസിലിലെ അംഗങ്ങൾ, സ്ഥലത്തെ സന്യസ്തർ, വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ സന്ദർശിക്കാനും അവരെ കൂടുതൽ അജപാലന തീഷ്ണതയിൽ വളർത്തത്തക്ക രീതിയിലുള്ള ഉത്തേജനം, ഉന്മേഷം നൽകാനായിട്ടും അദ്ദേഹം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ ആഗോള സഭയുമായിട്ടും തൻ്റെ വ്യക്തിസഭയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി രൂപതാധ്യക്ഷൻ്റെ ഉത്തരവാദിത്തമാണ് 5 വർഷത്തിലൊരിക്കലെങ്കിലും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ പാത്രിയാർക്കീസിൻ്റെ പക്കലേക്ക്, അതുപോലെ തന്നെ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് രൂപതാ ഭരണത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ അയക്കുക എന്നുള്ളത്. അതുപോലെ 5 വർഷത്തിലൊരിക്കലെങ്കിലും റോമിൽ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും കബറിടങ്ങൾ സന്ദർശിച്ച് വണങ്ങുകയും പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ സന്ദർശിച്ച് തൻ്റെ കൂട്ടായ്മയും ആദരവും അറിയിക്കുകയും ചെയ്യുക നിയമത്താൽ തന്നെ മെത്രാന്മാരുടെ കടമയാണ്. ഈ സന്ദർശനത്തെ ആദ് ലീമിന സന്ദർശനം എന്നാണ് വിളിക്കുന്നത്. ഇത്തരം സന്ദർശനങ്ങൾ ആഗോള സഭയുടെ ചെറിയ രൂപമായ രൂപത ഈ സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നിലനിൽക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലിറ്റർജിക്കൽ കൊമ്മമറേഷൻ, ആരാധനാക്രമത്തിൽ പരിശുദ്ധ പിതാവിനെയും സഭാ തലവനെയും അനുസ്മരിക്കാനുള്ള ഉത്തരവാദിത്വം രൂപതാധ്യക്ഷന്മാർക്കുണ്ട്. അതുപോലെ തന്നെ വൈദികർക്ക് രൂപതാധ്യക്ഷനെ അനുസ്മരിക്കാനുള്ള ഉത്തരവാദിത്വവും മാർപ്പാപ്പയെയും സഭാതലവനെയും അതിനുശേഷം രൂപതാധ്യക്ഷനെയും അനുസ്മരിക്കാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. ഇനി രൂപതയിൽ മെത്രാന്മാർ, രൂപത അധ്യക്ഷനായ മെത്രാനെ കൂടാതെ സഹായ മെത്രാന്മാരെ നിയമിക്കാനായിട്ട് സാധിക്കും. 2 തരത്തിലുള്ള സഹായ മെത്രാന്മാരുണ്ട്. കോ അഡ്ജുത്തോർ ബിഷപ്പ്, ഓക്സിലറി ബിഷപ്പ് എന്ന് 2 തരത്തിൽ ഇവരെ സഭാ നിയമം സൂചിപ്പിക്കുന്നുണ്ട്. കോ അഡ്ജുത്തോർ ബിഷപ്പ് എന്ന് പറയുന്നത് പിന്തുടർച്ച അവകാശമുള്ള മെത്രാനാണ്. അതായത് നിലവിലുള്ള രൂപതാധ്യക്ഷന് ശേഷം അദ്ദേഹത്തെ പിന്തുടർന്ന രൂപതാധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള നിയമപരമായ അവകാശമുള്ള സഹായ മെത്രാനാണ് കോ അഡ്ജുത്തോർ ബിഷപ്പ്. ഓക്സിലറി ബിഷപ്പ് എന്നാൽ അദ്ദേഹത്തെ വേണമെങ്കിൽ സിനഡിന് രൂപത അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കാമെങ്കിലും നിയമത്താൽ തന്നെ അദ്ദേഹത്തിന് പിന്തുടർച്ച അവകാശം ഇല്ല. സഹായ മെത്രാന്മാർ ഒരു രൂപതയിലുണ്ട് എങ്കിൽ
അവരിൽ ഏറ്റവും സീനിയറായ ആൾ ആയിരിക്കും പ്രോട്ടോ സിഞ്ചല്ലൂസ്. ബാക്കിയുള്ളവർ സിഞ്ചല്ലൂസ്മാരായി നിയമിക്കപ്പെടണം. രൂപതയിലെ മെത്രാന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് രൂപതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സഹായ മെത്രാന്മാർക്കുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ സഭാ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു രൂപതാ ഭരണം ഒഴിവാകുമ്പോൾ എങ്ങനെയാണ് രൂപത മുന്നോട്ട് പോവുക. രൂപതാ ഭരണം ഒഴിവാകാനുള്ള പല സാധ്യതകൾ. ഒന്ന്, രൂപതാധ്യക്ഷൻ്റെ മരണം. മറ്റൊന്ന്, രൂപതാധ്യക്ഷൻ്റെ രാജി. രൂപതാധ്യക്ഷന് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹം തൽസ്ഥാനം രാജിവെക്കണം. അതാണ് സഭാ നിയമം അനുശാസിക്കുന്നത്. ഇനി ഗൗരവതരമായ രോഗങ്ങളോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മെത്രാന്മാർക്ക് രാജി സമർപ്പിക്കാനുള്ള അധികാരമുണ്ട്. മെത്രാന്മാർ രാജി സമർപ്പിക്കേണ്ടത് പേട്രിയാർക്കിൻ്റെ അഥവാ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പക്കൽ, അല്ലെങ്കിൽ നേരിട്ട് മാർപ്പാപ്പയുടെ പക്കലാണ്. ഇത്തരത്തിലുള്ള ഒരു രാജി ലഭിച്ചു കഴിഞ്ഞാൽ പേട്രിയാർക്ക് അഥവാ മേജർ ആർച്ച് ബിഷപ്പ് ഏറ്റവും പെട്ടെന്ന് തൻ്റെ സഭാ അതിർത്തിക്കുള്ളിലുള്ള ഒരു രൂപതയിലെ മെത്രാനാണ് ഈ രാജിവെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെടുന്നത് എങ്കിൽ, എത്രയും പെട്ടെന്ന് ആ രൂപതയിലൊരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണം. അത് പേട്രിയാർക്കിൻ്റെ അഥവാ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ സഭാതിർത്തിക്ക് പുറത്തുള്ള ഒരു രൂപതയിലാണ് എങ്കിൽ അത് രൂപതയിലെ ആലോചനാ സമിതി കൂടി ഒരു അഡ്മിനിസ്ട്രേറ്ററെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. രൂപത സിംഹാസനം ഒഴിവ് വരുന്ന ഒരു കാലഘട്ടം, പുതിയ ഒരു രൂപതാധ്യക്ഷൻ നിയമിക്കപ്പെടുന്നവരെയുള്ള കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്ററാണ് ഭരണം നടത്തുന്നത്. രൂപതാ സിംഹാസനം ഒഴിവ് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രോട്ടോ സിഞ്ചല്ലൂസ്, സിഞ്ചല്ലൂസ് എന്നിവരുടെ അധികാരം നഷ്ടപ്പെടും. അവർ മെത്രാന്മാരല്ല എങ്കിൽ, അവർ സഹായ മെത്രാന്മാരാണെങ്കിൽ അവരുടെ അധികാരം നിലനിർത്തും. ഇനി ഈ രൂപത ഭരണം എന്ന് പറയുന്നത് മെത്രാൻ നടത്തുന്നത് ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. മെത്രാന്മാരെ സഹായിക്കാനായിട്ട് രൂപതയിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. അവയിൽ ഒന്നാമത്തേതാണ് എപ്പാർക്കിയൽ അസംബ്ലി, രൂപത അതിരൂപത അസംബ്ലികൾ. ഈ അസംബ്ലി രൂപതയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു പ്രതിനിധി സമ്മേളനമാണ്. അത് രൂപതാധ്യക്ഷൻ തീരുമാനിക്കുന്ന ഒരു കാലയളവിൽ ഇടയ്ക്കിടയ്ക്ക് രൂപതകളിൽ ഇത്തരം അസംബ്ലികൾ ചേരാവുന്നതാണ്. ഈ അസംബ്ലികളിൽ ആലോചനാ സമിതി അംഗങ്ങൾ, പ്രസ്ബിറ്റർ കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ, അതുപോലെ ഓരോ ഫൊറോനകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വൈദിക പ്രതിനിധികൾ, എല്ലാ ഫൊറോന വികാരിമാരും, അതുപോലെ തന്നെ പാസ്റ്ററൽ കൗൺസിലിൽ നിന്നും ഫൊറോനകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആത്മായ പ്രതിനിധികൾ, സന്യാസ സമൂഹങ്ങളുടെ പ്രതിനിധികൾ, ആ രൂപതാതിർത്തിക്കുള്ള മേജർ സെമിനാരികളിലെ റക്ടർമാർ തുടങ്ങിയ ആളുകളാണ് ഇതിൽ പങ്കെടുക്കുക. അത് ഓരോ രൂപതാ അസംബ്ലിക്കും വേണ്ടി ആ സമയത്ത് പ്രത്യേക തിരഞ്ഞെടുപ്പുകൾ നടത്തുകയാണ്. രൂപതയുടെ നിയമാവലിയിൽ എത്രയായിരിക്കണം ഈ രൂപത അസംബ്ലിയിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി ചേർക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം, രൂപതാധ്യക്ഷനെ രൂപതാഭരണത്തിൽ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് രൂപത കൂരിയകൾ. കൂരിയ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രൂപതാഭരണത്തിൻ്റെ കാര്യാലയം, അതാണ് കൂരിയ. അവിടെയുള്ള പ്രധാനപ്പെട്ട അംഗങ്ങൾ വികാരി ജനറൽ, പ്രോട്ടോ സിഞ്ചല്ലൂസ്, സിഞ്ചല്ലൂസുമാർ, ജുഡീഷ്യൽ വികാരി, ഫിനാൻസ് ഓഫീസർ, ചാൻസലർ, ജഡ്ജിമാർ, ഡിഫൻഡർ ഓഫ് ബോൺ, പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, നോട്ടറിമാർ തുടങ്ങിയ ആളുകളാണ്. ഇതിൽ പ്രോട്ടോ സിഞ്ചല്ലൂസും സിഞ്ചല്ലൂസുമാരുമാണ് പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവർ. അവരുടെ തിരഞ്ഞെടുപ്പ് മെത്രാൻ്റെ അല്ലെങ്കിൽ മെത്രാപ്പോലിത്തായുടെ സ്വന്തമായ തീരുമാനമാണ്. വിശിഷ്ട സ്വഭാവമുള്ളവരും പ്രാർത്ഥനാ ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ശുഷ്കാന്തിയുള്ളവരും ദൈവശാസ്ത്രത്തിൽ അവഗാഹമുള്ളവരുമായ ആളുകളെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം. 30 വയസ്സെങ്കിലും പൂർത്തിയായ വൈദികരായിരിക്കണം പ്രോട്ടോ സിഞ്ചല്ലൂസായും സിഞ്ചല്ലൂസ്മാരായും തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതുപോലെ ജുഡീഷ്യൽ വികാരിമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ കാനൻ നിയമത്തിൽ ഡോക്ടർ ബിരുദമോ ലൈസൻഷ്യേറ്റ് ബിരുദമോ ഉള്ള വൈദികർ ആയിരിക്കണം. അതോടൊപ്പം ജുഡീഷ്യൽ വികാരിയോടൊപ്പം ട്രൈബ്യൂണലിൽ ജഡ്ജിമാർ, ഡിഫൻഡർ ഓഫ് ബോണ്ടുമാർ,
പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരെ നിയമിക്കണം. ചാൻസലർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പദവി രൂപത കൂരിയകളിലുണ്ടാകണം. അത് പ്രധാനമായിട്ടും രൂപതയിലെ ഔദ്യോഗിക രേഖകളെല്ലാം തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ചാൻസലറുടെ ഉത്തരവാദിത്വമാണ്. രൂപതകളിലെല്ലാം ഒരു ആർക്കൈവ്സ് ഉണ്ടാകണം. ഈ ആർക്കൈവ്സ് സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും ചാൻസലറുടെ ചുമതലയിൽപ്പെടുന്നതാണ്. ചാൻസലറെ സഹായിക്കാനായി ഒന്നിൽ കൂടുതൽ നോട്ടറിമാരെ നിയമിക്കാനും രൂപതാധ്യക്ഷന് സാധിക്കും. ഇവരുടെ സംയുക്തമായ ഒരു പരിശ്രമമാണ് രൂപതയുടെ ഭരണം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുക. ഇതോടൊപ്പം വളരെ പ്രത്യേകമായി രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഫിനാൻസ് ഓഫീസറെയും അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചന കൊടുക്കുന്നതിന് ഒരു ഫിനാൻസ് കൗൺസിലിനെയും രൂപതാധ്യക്ഷൻ നിയമിക്കണം. ഈ ഫിനാൻസ് കൗൺസിലാണ് രൂപതയുടെ ബഡ്ജറ്റ് തയ്യാറാക്കുക, രൂപതയുടെ കണക്കുകൾ പരിശോധിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ചുമതലകൾ നിറവേറ്റുക. രൂപതാ കൂരിയ കൂടാതെ രൂപതാ ഭരണത്തിൽ രൂപതാധ്യക്ഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സമിതിയാണ് പ്രെസ്ബിറ്ററൽ കൗൺസിൽ. അത് വൈദിക സമിതിയാണ്. രൂപതയിലെ വൈദികരുടെ വിവിധ പ്രായത്തിൽപ്പെട്ടവരുടെയും വിവിധ ഫൊറോനകളിൽ ജോലി ചെയ്യുന്നവരുടെയും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഈ പ്രെസ്ബിറ്ററൽ കൗൺസിലുള്ളത്. പ്രെസ്ബിറ്ററൽ കൗൺസിലുകളിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് രൂപതാധ്യക്ഷൻ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് വൈദികരുടെ നിയമനം, ഇടവകകളുടെ സ്ഥാപനം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ പ്രെസ്ബിറ്ററൽ കൗൺസിലിൻ്റെ ഒരു ആലോചന ചോദിക്കുക എപ്പോഴും യുക്തിസഹം. അതേസമയത്ത് ഈ സമിതികളൊന്നും തന്നെ നിയമനിർമ്മാണ സഭകളല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതെല്ലാം ആലോചനാ സമിതികളാണ്. രൂപതാധ്യക്ഷന് വേണ്ട ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. മറ്റൊരു പ്രധാനപ്പെട്ട സമിതിയാണ്, ഒരുപക്ഷേ ഒരു രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയാണ് ആലോചനാ സമിതി. ആലോചനാ സമിതിയുടെ അംഗീകാരം രൂപതാധ്യക്ഷൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും തന്നെ പിന്നിലുണ്ടാവണം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ആലോചനാ സമിതിയോട് ചേർന്ന് വേണം എടുക്കാനെന്ന് നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട രൂപതാധ്യക്ഷൻ തന്നെ തിരഞ്ഞെടുക്കുന്ന 12 കൂടാത്ത വൈദികർ അടങ്ങിയ ഒരു സമിതിയാണിത്. ഏറ്റവും കുറഞ്ഞത് 6 അംഗങ്ങളും ഏറ്റവും കൂടുതൽ 12 അംഗങ്ങളുമാണ് ആലോചനാ സമിതിയിൽ ഉണ്ടാവേണ്ടത്. രൂപതാധ്യക്ഷൻ സ്വതന്ത്രമായി ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നു. സാധാരണയായി 5 വർഷത്തേക്കാണ് അവരുടെ കാലാവധി. ഏറ്റവും അവസാനമായി രൂപതാധ്യക്ഷനെ സഹായിക്കുന്ന സമിതിയാണ് പാസ്റ്ററൽ കൗൺസിൽ. പാസ്റ്ററൽ കൗൺസിൽ രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലോചനാ സമിതിയാണ്. രൂപതയെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അംഗങ്ങളായിട്ടുള്ള സമിതിയാണ് പാസ്റ്ററൽ കൗൺസിൽ. രൂപതയിലെ വൈദികരുടെ പ്രതിനിധികൾ, സന്യസ്തരുടെ പ്രതിനിധികൾ, ആത്മായ പ്രതിനിധികൾ, വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഇവരെല്ലാം ചേരുന്ന ഒരു സമിതിയാണ് പാസ്റ്ററൽ കൗൺസിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് രൂപതാധ്യക്ഷനെ രൂപതാ ഭരണത്തിൽ സഹായിക്കുക. ഇതുകൂടാതെ രൂപതകളെ വിവിധ ഫൊറോനകളായിട്ട് തിരിച്ച് ഫൊറോന വികാരിമാർ അദ്ദേഹത്തെ സഹായിക്കും. വീണ്ടും രൂപതകൾ വിവിധ ഇടവകകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഇടവകകളിലേക്ക് വൈദികരെ വികാരിമാരായി രൂപതാധ്യക്ഷൻ നിയമിക്കും. അപ്പോൾ അവരിലൂടെയാണ് ഓരോ ഇടവക അംഗത്തിലേക്കും ഓരോ ദൈവജനത്തിലേക്കും തൻ്റെ അജപാന ശുശ്രൂഷ മെത്രാപ്പോലീത്ത എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള വളരെ സുസജ്ജമായ ക്രമീകൃതമായ ഒരു രൂപതാ സംവിധാനമാണ് കത്തോലിക്കാ സഭ വിഭാവനം ചെയ്യുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ, അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വൈദികരിലൂടെയും ആത്മായ സമൂഹത്തിലൂടെയും സന്യാസ സമൂഹത്തിലൂടെയും ഒരു രൂപത തങ്ങളുടെ കൊച്ചു പ്രദേശത്ത് ആഗോള സഭയെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മെത്രാന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ദൗത്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ,
പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.